യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയുമായിരുന്നു. ഹല്ലേലൂയ. ആ വാക്യം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് പറയാൻ നോക്കൂ. ഇസ്രായേൽ ജനത്തോട് ഉള്ള ബന്ധത്തിലാണ് പറയുന്നതെങ്കിലും പുതിയ നിയമസഭയായി ഇസ്രായേലിനോട് ദൈവം സംസാരിക്കുകയാണ്. യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മളെ ജീവനോട് വിഴുങ്ങിക്കളയുമായിരുന്നു. ജീവനോട് വിഴുങ്ങിക്കളയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? യഹോവ നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ അല്പം നഷ്ടങ്ങൾ വന്ന് കാണും. എന്നാൽ ഇന്ന് വൈകിയ സമയത്ത് പറഞ്ഞ നമ്മുടെ ദൈവം നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ റീസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുള്ളപ്പോൾ പറയുന്നതാണ്, നമ്മുടെ ദൈവം റീസ്റ്റോറേഷൻ, നമുക്ക് നമ്മുടെ സമാധാനത്തെ കളഞ്ഞ പിശാചിന്റെ കയ്യിൽ നിന്ന് സർവശക്തനായ ദൈവം സമാധാനം റീസ്റ്റോർ ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം. ജീവൻ നഷ്ടപ്പെടുത്തി കളയണമെന്ന് പല സമയങ്ങളും ചിന്തിച്ച സ്ഥാനത്ത് ദൈവം അവരുടെ മേൽ സംസാരിച്ചപ്പോൾ ജീവനെ തിരിച്ചു കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിയ സമയത്ത് ഹല്ലേലൂയ, നമ്മുടെ നഷ്ടങ്ങളെ കണ്ട് വിഷമിച്ചിരിക്കാനല്ല ദൈവം പറയുന്നു, നമ്മുടെ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കും. ഹല്ലേലൂയ. നമ്മുടെ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കും. നമ്മുടെ ലോൺലി സിറ്റുവേഷനെ ദൈവം കമ്പാനിയനായിട്ട് നമ്മുടെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെടുന്ന അവസരത്തിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരും. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥനയിൽ സന്തോഷം നൽകാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത്, ഈ സന്ധ്യാസമയത്ത്, വിശുദ്ധ ദിവസം സ്വർഗത്തിന്റെ കീഴിൽ നമ്മൾ ഇരിക്കുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം നാം ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മളെ മൂടുന്ന ഹല്ലേലൂയ ലോൺലിനെസ് ഉണ്ടല്ലോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ദൈവത്തോട് പറയാം, ദൈവമേ ഇതിനകത്ത് എനിക്കൊരു വിടുതൽ വേണം. നമ്മുടെ ദൈവം സമാധാനം കെടുത്തുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം സമാധാനം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. എന്ന് വെച്ചാൽ അതെല്ലാ ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ് ദൈവത്തിന്റെ സമാധാനം. ആ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ ദൈവജനത്തിന് വേണ്ടത് കൺഫ്യൂഷൻ അല്ല, ദൈവജനത്തിന് വേണ്ടത് ഒരു പീസാണ്. ഹല്ലേലൂയ. കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന ആരാന്നറിയാമോ? അത് പിശാചാ കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ വഴിയിലൂടെ നമ്മൾ പോയാൽ ആ വഴി നമ്മളെ സ്ഥിരമായ പാതയിലാണ് കൊണ്ടെത്തിക്കുന്നത്. സ്ഥിരമായ പാതയിലായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതിശക്തമായി എന്നോട് ഈ സംഘത്തിന്റെ ഭാഗത്ത് ദൈവം ഇടപെട്ടതാണ്. നമ്മളെ നശിപ്പിച്ച് കളയണമെന്ന് പിശാച് പ്ലാൻ ചെയ്ത സമയത്ത്, അഥവാ നമ്മുടെ തലമുറകളെ നശിപ്പിച്ചു കളയണമെന്ന് പിശാച് വാദിച്ച സമയങ്ങളിൽ ദൈവം നമുക്ക് തുണയായി നിന്നത് കൊണ്ടാണ്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ടാണ് ശത്രുവിന് ജയിക്കാൻ കഴിയാതെ പോയത്. ഒരു സ്വോത്രം പറയാമോ? സ്വോത്രം പറയാൻ ഒക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വോത്രം പറ. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ കുടുംബ മഹിമയല്ല, നമ്മുടെ പാരമ്പര്യമല്ല, ദൈവത്തിന്റെ ഒരു ഫേവറാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ഫേവർ. ദാനിയേലിനോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ ആ ഫേവർ, യോസഫിനോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ ഫേവർ, ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ ഫേവർ, ഈ ദൈവത്തിന്റെ ഫേവർ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഇന്നും നമ്മൾ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാത്ത മേഖലകളിൽ നിന്നപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ശത്രുവിന്റെ കയ്യിൽ നമ്മളെ വിടുവിച്ചു. നമ്മൾ ആക്സിഡന്റിൽ കൊന്നുകളയാൻ വേണ്ടി പിശാച് ശ്രമിച്ചു. പക്ഷെ അതിന്റെ നടുവിലും ദൈവത്തിന്റെ വലിയൊരു ഫേവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.
ദൈവത്തിന്റെ ഒരു ഫേവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വാചകം ഇതാണ്: കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ സൂക്ഷിക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മീതെ സൂക്ഷിക്കുന്നത് പോലെ, നമുക്ക് ചുറ്റുമായി അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു അഭയസ്ഥാനമുണ്ടായിരുന്നു. ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ മരണം നമ്മളെ കൊണ്ടുപോകേണ്ടതായിരുന്നു. സംഹാര ദൂതൻ താണ്ഡവ നൃത്തം ആടിയതായിരുന്നു. പക്ഷേ ആ മരണത്തിന്റെ ആ ഉറക്ക സമയത്ത് മരണത്തിലൂടെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ച പിശാചിനെ ദൈവം തടഞ്ഞത് കൊണ്ടാണ് ചില രാത്രി യാമങ്ങളിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചത്. ആ ദൈവത്തിന്റെ കരുതലിനായിട്ടൊരു സ്തോത്രം പറയാമോ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, ഇന്ന് പറയുന്നു നമ്മൾ ഇവിടെ പറയണം. ബിജു പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ പേര് വിളിച്ച് പറയണം. ഡോക്ടർ ബോബി പറയേണ്ടത് എന്തെന്നാൽ, വിശാൽ പറയേണ്ടത് എന്തെന്നാൽ, തോമസ് പറയേണ്ടത് എന്തെന്നാൽ, ഇവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, മനുഷ്യർ നമ്മളോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമ്മുടെ മേൽ ജ്വലിച്ചപ്പോൾ, ഹല്ലേലൂയ, നമ്മളെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഹല്ലേലൂയ. ആറാമത്തെ വാക്യവും ഏഴാമത്തെ വാക്യവും വായിച്ച് ഞാനിവിടെ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുകയാണ്. നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കുകയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കിണയിൽ നിന്നും പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. ശത്രുവിന്റെ കെണിയെ പൊട്ടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് വായുകളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാമോ? ദൈവം നമ്മുടെ പ്രാണനെ സൂക്ഷിച്ചതിനായ സ്തോത്രം. ദൈവം നമുക്ക് സമാധാനം തന്നതിനായ സ്തോത്രം. നമ്മുടെ വിഷയത്തിന്റെ മേൽ ദൈവം എഴുന്നേറ്റതിനായ സ്തോത്രം. നമ്മുടെ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം. ഹല്ലേലൂയ. ആരെല്ലാം നമ്മുടെ പക്ഷത്തില്ലെങ്കിലും ദൈവം എന്റെ പക്ഷത്തുണ്ട് എന്നുള്ള ബോധം നമ്മുടെ മേൽ ഭരിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.